ഹലോ ഗൈസ്, അപ്പോൾ ഓണ സെലിബ്രേഷനൊക്കെ ആവാനായി. സെലിബ്രേഷനൊക്കെ കെട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈൽ നോക്കിയാലോ. കോസ്റ്റ്യൂമൊക്കെ എത്ര നല്ല ഭംഗിയുണ്ടെങ്കിലും ഹെയർ സ്റ്റൈൽ കൊളായി കഴിഞ്ഞാൽ പോയി മക്കളെ, സെലിബ്രേഷൻ പോയി. ഇപ്പോൾ ഇതേ ക്രൗൺ ഏരിയയിൽ നിന്ന് അത്യാവശ്യം മുടി എല്ലാതും എടുത്തിട്ട് ഇതേപോലെ സ്ലൈഡ് കുത്തി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതേ ഇങ്ങനത്തെ ഒരു ബണ്ണാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു റബ്ബർ ബാൻഡ്. ഈ ഒരു ബണ്ണ് വെച്ചിട്ട് നമുക്കിതേ അത്യാവശ്യം കുറച്ചും കൂടി നമ്മുടെ എല്ലാ മുടിയൊന്ന് പൊക്കിയിട്ട് ഇങ്ങനെ ഒരു ബണ്ണിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ബാക്കിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കാം, ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇതാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുക്കണം. ഇനി നമുക്ക് ബ്രൈഡ് ചെയ്യാം. ഫിഷ് ടൈൽ ബ്രൈഡാണ് ചെയ്യാൻ പോണേ കേട്ടോ. അങ്ങനെ നമ്മൾ ഫിഷ് ടൈൽ ബ്രൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ബണ്ണാണ് ഇടേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ചിരട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ബ്രൈഡ് ചെയ്തതൊക്കെ നമ്മൾ നല്ലോണം ലൂസാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വലിച്ച് കുറച്ച് ലൂസാക്കാൻ, നല്ല ഉള്ളുള്ള പോലെ തോന്നിപ്പിക്കുക. ദെൻ നമ്മുടെ താരം ഇന്നത്തെ അരളിപ്പൂവാണ്. അപ്പോൾ ഇത് ഈ അരളിപ്പൂവ് ഇതേപോലെ ഇങ്ങനെ യൂപ്പിന് വെച്ച് സെറ്റാക്കി കൊടുക്കുക. ഫൈനൽ ലുക്ക് വന്നിട്ട് അടിപൊളിയാണ്. പേഴ്സണലി ഈ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റും കൊണ്ട് വന്നിട്ട് ഇങ്കോര ഫാഷൻ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.